ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UK നിന്നും അജി ബ്രദറും JSSും ചേർന്നാണ്. തങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ജാനുവരി 19 തങ്ങളുടെ മൂത്ത മകൾ ഏഞ്ചൽ മേരി അജിയുടെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഏഞ്ചൽ മേരി അജിയുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, എല്ലാ വിധത്തിലും ദൈവം മാനിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഈ മകൾ ഇനി ഹല്ലേലൂയ കോളേജിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ എല്ലാ നിലയിലും ദൈവം കരുതുകയും ഈ മകളുടെ ആഗ്രഹം ഹല്ലേലൂയ ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ളതാണ്. ദൈവം അതിലേക്ക് എത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ കരമിടണം. അതേപോലെ തന്നെ ദൈവത്തിന് വേണ്ടി ഈ മകൾ പ്രയോജനപ്പെടണം. അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് JSSൻ്റെ ജോലിയിൽ ഒരു ഉയർച്ച ദൈവം കൊടുക്കേണ്ടതിനായിട്ടും, അജിബറിൻ്റെ ജോലിയിൽ ഒരു ഉയർച്ച ആ ദേശത്തിൽ ദൈവവിവരം മാനിക്കേണ്ടതിനായിട്ടും, അതേപോലെ ഇളയ മകൻ്റെ പഠനത്തിൽ ദൈവം കൂടെ ഇരിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം വെക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എത്ര പേർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? കണ്ണുകൂടെ നടക്കാം, പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം കൊടുക്കുന്ന വിടുതലുകൾക്കായി, ദൈവം നൽകുന്ന നന്മയ്ക്കായി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഹല്ലേലൂയ, നിങ്ങളും ഈ സമയത്ത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവർ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് പോകുന്നത്. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ വലിയ കരം കാണുവാനായിട്ട് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഏഞ്ചൽ മേരി അജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മകളെ അങ്ങ് മാനിക്കണമേ അപ്പ. ഈ മകളെ ബർത്ത്ഡേയിൽ അങ്ങ് ഉയർത്തണമേ അപ്പ. ഇവരുടെ ആഗ്രഹം ബർത്ത്ഡേയിൽ ഇവർ എപ്പിസോഡ് സ്പോൺസർ ചെയ്തല്ലോ അപ്പ. ദൈവമേ, ഇവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ അപ്പ. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ചില വിടുതലുകൾ ആ മകളുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ അപ്പ. ഞങ്ങൾ ഒരുമിച്ച് അതേപോലെ വിശ്വസിക്കുന്നു. കർത്താവെ, അജി ബ്രദറിൻ്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ സംഭവിക്കണം. JSSൻ്റെ ജീവിതത്തിനകത്ത് ഉയർച്ച നടക്കണമപ്പ. കർത്താവെ, ഇളയ മകനെ ഒന്ന് അനുഗ്രഹിക്കണമേ. ആ ദേശത്തിൽ ഇവരെ കൊണ്ടുപോയി മാനിക്കാനാണല്ലോപ്പ. ആ ദേശത്തിൽ വലിയ ദൈവപ്രവൃത്തി, സുവിശേഷ സംബന്ധമായി ഇവരെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുവാൻ, അനേക ആത്മാക്കളെ നേടുവാൻ, ആ ദേശത്തിൽ ഒരു പ്രാർത്ഥന കുടുംബമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവരെ സാധിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ ഇവൻ്റെ മേളിലേക്ക് ദൈവത്തിൻ്റെ കരം വ്യാപരിക്കണമേ. അത്ഭുതകരമായ വിടുതൽ നടക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. വേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്ന ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ നിലനിൽക്കുന്ന സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് ഇറങ്ങി വരുമെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 6 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 വാക്യം ഒരുമിച്ച്. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. കരം ഉയർത്തിപ്പിടിച്ച് പറയാമോ? യേശു എന്നോട് നിങ്ങളോടും പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. യേശുവിനെ വിളിക്കുന്നവർക്ക് ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ വഴി അടഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ ആരാധനയിൽ നിന്നാട്ടെ. തമ്പുരാൻ എന്നോട് നിങ്ങളോട് വിളിച്ചു പറയുന്നത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. എത്ര പേര് ഒരുമിച്ചൊന്ന് കരമുയർത്തിപ്പിടിച്ച്, എൻ്റെ വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മുമ്പിലെ വഴികൾക്ക് തടസ്സമുണ്ടെങ്കിൽ ഇന്ന് പകൽ സാക്ഷാൽ വഴിയായവനെ ഞാൻ വിളിക്കുകയാണ്. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഹല്ലേലൂയ വ്യക്തമായി ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഏക വഴി, ഹല്ലേലൂയ, ഏക സത്യം, ഏക മാർഗം എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ. നിങ്ങൾ നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ യേശു മാത്രമാണ് ഹല്ലേലൂയ അടിസ്ഥാനം. അറിയാം, നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, നിങ്ങൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒറ്റ ഒരു നാമം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ആ നാമത്തെ ഒന്ന് വിളിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, യേശുവേ, സകലത്തിനും വിടുതലിൻ്റെ ഒരേ ഒരു നാമം നിൽക്കുന്നു. ആ നാമത്തെ ഒന്നുകൂടെ ശബ്ദമുയർത്തി തൃശ്ശൂർ പട്ടണം ഒന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യേശുവേ എന്ന് ഞങ്ങൾ വിളിക്കുകയാണ്. യേശുവേ ഞങ്ങൾ വിളിക്കുന്നു. ഹല്ലേലൂയ. ദൈവം തുറക്കുന്ന വഴികളുടെ പ്രത്യേകത എന്നുള്ള വിഷയത്തിനകത്ത് ഒരു ഭാഗം മാത്രം ഒന്ന് തൊട്ടുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 9 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ വാതിലാകുന്നു.
ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് തന്നെയാ വഴിയും, കർത്താവ് തന്നെയാ വാതിലും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ടെ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. എത്ര പേര് ഒരുമിച്ചെന്ന് പറയും, ഇന്ന് പകൽ നീ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ജീവിതം തകർന്നു എന്ന് പറയാൻ പോകുകയല്ല, നീ പുതിയത് ചിലത് കാണാൻ പോകുകയാണ്, നീ പുതിയത് ചിലത് അനുഭവിക്കാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ കരമടിച്ചുയർത്തുന്ന ദൈവം നിന്നോട് വിളിച്ചു പറയുന്നു, ഞാൻ സാക്ഷാൽ വാതിലും ഞാൻ സാക്ഷാൽ വഴിയുമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. എത്ര പേർ ഒരുമിച്ചൊന്ന് കർത്താവിന് നന്ദി പറയാൻ പറ്റും? ഹല്ലേലൂയ. സങ്കീർത്തനം 27:11 വാക്യം ശ്രദ്ധിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമേ. ഇന്ന് ഹല്ലേലൂയ ഒരു പുതിയ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാക്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിന്റെ വഴി എന്നെ കാണിക്കണമേ. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. അപ്പം ഇവിടെ ഈ വാക്യം ആഴമായി ശ്രദ്ധിക്കുന്നവർക്ക് ഒന്ന് തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിനൊരു വഴിയുണ്ട്. ഹല്ലേലൂയ. ലോകത്തിനൊരു വഴിയുണ്ട്, മനുഷ്യനൊരു വഴിയുണ്ട്, എന്നാൽ ദൈവത്തിനൊരു വഴിയുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറയും, കർത്താവേ, എൻ്റെ വഴിയോ ലോകത്തിൻ്റെ വഴിയിലൂടെ ഞാൻ നടക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അങ്ങയുടെ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ വഴി എൻ്റെ മുമ്പിൽ ഒന്ന് തെളിക്കണമേ. അങ്ങയുടെ വഴി തെളിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി തെളിയുന്നതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൻ ദൈവസഭയോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ വഴി തുറക്കാൻ തുടങ്ങും. കാരണം നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വഴിയുടെ തടസ്സങ്ങളെ മാറ്റുന്ന, വഴിയുടെ കുറവുകളെ തീർക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ 18-ാം സങ്കീർത്തനം അതിൻ്റെ ഹല്ലേലൂയ 30-ാമത്തെ വാക്യം ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ വഴി മനുഷ്യന്റെ വഴി തികവുള്ളതെന്നല്ല എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ വഴിയെ കുറിച്ച് ഒരു വാക്യം ചിന്തിച്ചിട്ട് നമ്മൾ അടുത്ത മേഖലയിലോട്ട് കയറുകയാണ്. സദൃശവാക്യം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒരുമിച്ച്. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ അവസാനം മരണ വഴികളത്രേ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, എനിക്കും നിങ്ങൾക്കും ചില വഴികൾ ചൊവ്വായിട്ട് തോന്നും, പക്ഷെ ദൈവം തുറന്ന വഴിയാണെങ്കിൽ നീ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറയാമോ, കർത്താവേ, നിന്റെ വഴി എന്നെ കാണിക്കണേ, നിന്റെ വഴി എനിക്കൊന്ന് കാണിച്ചു തരണം, എൻ്റെ വഴിയിൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ സമർപ്പിക്കുന്നവരുണ്ടോ? അങ്ങനെ സമർപ്പിക്കുന്നവരുണ്ടെങ്കിൽ സദൃശവാക്യം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമോ? നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളും, അവൻ നിന്റെ പാതകളെ നേരെയാക്കും, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. എങ്ങനെയാ അലിയ പാത നേരെയാകുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ സമയത്തും കർത്താവിനെ ആശ്രയിക്കുകയാണ്, കർത്താവിനോട്ടൊന്ന് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവര് ഹല്ലേലൂയ ഉള്ളതിനകത്ത് എന്നും കർത്താവിന് നന്ദി പറയുന്നവരായിരിക്കും. ഹല്ലേലൂയ. ഇല്ലാത്തവനുണ്ടല്ലോ ഒരു ദിവസം ഒരു തൃപ്തി കാണത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നിന്റെ പാതകളെ യഹോവയിൽ ഭരമേൽപ്പിക്കുക. അവൻ ആ പാതയെ ഹല്ലേലൂയ നിവർത്തീകരിച്ചിരിക്കും, അതിനെ സാധിപ്പിച്ചു തരും. 37-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. നിന്റെ വഴിയെ യഹോവയെ ഭരമേൽപ്പിക്കുക, നിന്റെ വഴിയെ യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ ആശ്രയിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. കണ്ണുകൊണ്ട് അടച്ച് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ ചിന്തയോ എൻ്റെ ബുദ്ധിയോ ഹല്ലേലൂയ എൻ്റെ ഇഷ്ടമൊന്നും അല്ലപ്പാ, നീ എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വഴിയെ കാണിച്ചു തരണം. ആ വഴിയെ കാണേണ്ടതിന് വേണ്ടി ഒറ്റ മാർഗമാണ് ബൈബിൾ വിളിച്ചു പറയുന്നത്, അവൻ്റെ വചനത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. കാരണം ഈ വചനത്തിനകത്ത് ഹല്ലേലൂയ നിനക്ക് വേണ്ടിയുള്ള മുഴുവൻ വഴിയുണ്ട്. നിങ്ങളുടെ വഴികളെ തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് പൂർണ്ണമായി കഴിയും. എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ, എൻ്റെ ബുദ്ധിയിലെ വഴി എനിക്ക് വേണ്ട, ഹല്ലേലൂയ, ദൈവം തുറക്കുന്ന വഴി എനിക്ക് ആവശ്യമാണ്. അതാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അക്കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഇന്നത്തെ മീറ്റിംഗിൽ തെറ്റായ വഴിയിലോട്ട് കാലുവയ്ക്കാൻ നിൽക്കുന്നവരുണ്ടാകാം. തെറ്റായ അടുത്ത മണിക്കൂറിൽ ആ വഴിയിലോട്ട് കാലുവയ്ക്കാൻ നിൽക്കുമ്പോഴും ഈ മീറ്റിംഗിൽ നീ സമർപ്പിക്കാമെങ്കിൽ
നിന്റെ വഴിക്ക് മുകളിൽ, നിന്റെ ചിന്തയ്ക്ക് മുകളിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരികയാണ്. ദൈവം തുറക്കുന്ന വഴികളും ദൈവം പറഞ്ഞ വഴികളും മനസ്സിലാക്കുന്നതിന് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവം വെക്കാത്ത വഴികളെ കുറിച്ച് ചുരുക്കമായി ചിന്തിച്ചാൽ അത് അനുഗ്രഹമായിരിക്കും. ദൈവം തുറന്ന വഴികൾ 100 കണക്കിന് പ്രസംഗിക്കാൻ പറ്റും. അതിനേക്കാളും ഏറ്റവും സമയം ചുരുക്കത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലോട്ട് നീ കാൽ വെക്കരുത് എന്ന് വേഗത്തിൽ ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അതൊന്നും കൂടെ അകത്തോട്ട് കയറും. യൂദായുടെ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ. അതിന്റെ 11ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കാത്ത 3 വഴികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയ്യോ കഷ്ടം, അവർക്കയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും അല്ലെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ 3 വ്യക്തികളെ അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് കയ്യിന്റെ, ഹല്ലേലൂയ, കയ്യൻ വഴിയടച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അസൂയപ്പെട്ടുകൊണ്ടാണ്. ഹല്ലേലൂയ. 2 ബിലെയാം പണമോഹിയായതുകൊണ്ടാണ്. ഹല്ലേലൂയ. 3 ഹല്ലേലൂയ കോരഹ് മത്സരിയായതുകൊണ്ടാണ്. ഒരുമിച്ച് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾ ഒറ്റ വാക്കിൽ വിളിച്ചു പറയുകയാണ്, ഇത് 3 ദൈവത്തിന്റെ വഴിയല്ല. നിന്റെ ഹൃദയത്തിൽ നിന്റെ കൂട്ടു സഹോദരൻ അനുഗ്രഹിക്കപ്പെടുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ നീ അസൂയപ്പെട്ടാൽ അത് ദൈവത്തിൽ നല്ല. ബിലെയാം അല്ലെങ്കിൽ ദൈവത്തെ വിട്ടിട്ട് സമ്പത്ത് ആഗ്രഹിച്ചതുകൊണ്ട് അത് ആ വഴി നല്ല വഴിയല്ല. നിങ്ങളും കാണിച്ച് അല്ലെങ്കിൽ മോശയും ഇസ്രായേൽ മക്കളെയും ഒരുമിച്ച് കുറ്റം പറഞ്ഞവനെ ദൈവം അപൂർവമായ ഒരു കാര്യം ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഭൂമി പിളർന്ന് അവന്റെ കൂടെ നിൽക്കുന്നവരെയും കൊണ്ടുപോയി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, 1 അസൂയപ്പെടാതെ, 2 അറിയാം ഈ ലോകത്തിന്റെ സമ്പത്തിനെ അധികമായി ദാഹിക്കാതെ, അധികമായി അതിന്റെ പുറകെ പോകാതെ, ഹല്ലേലൂയ, 3 നിഗളിക്കാതെ, ഹല്ലേലൂയ, 1 കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് എതിർപ്പ് പറയാതെ. ഈ പകൽ ഇതിനകത്ത് മാത്രം നിന്ന് എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. ഈ 3 വഴികൾ ഒരു മനുഷ്യനെ നിത്യനരകത്തിലോട്ട് കൊണ്ടുപോകുന്നതാണ്, മരണ വഴിയിലോട്ട് കൊണ്ടുപോകുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വഴി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് പകലും സ്വയ തീരുമാനത്തിൽ എടുത്തു വയ്ക്കുന്ന വഴികളിലേക്ക് ദൈവം നിന്നെ ദൈവത്തിൻ്റെ വഴിയിലോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വഴിയിൽ ഇറങ്ങിയ അനുഗ്രഹം പ്രാപിച്ച മനുഷ്യനാണ്. അബ്രഹാമിൻ്റെ അതേ അടുത്ത തലമുറ അതേ നിലകളിൽ പ്രതികൂലത്തിൽ വന്നതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയേ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം ശ്രദ്ധിക്കുന്നവർക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 26 അറിയാം, 1-ാമത്തെ വാക്യം തുടങ്ങി നോക്കാമെങ്കിൽ നോക്കിയേ വേഗത്തിൽ. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസാക്ക് ഗെരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബിമലേക്കിന്റെ അടുക്കൽ പോയി യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക. ഇത്രയും വാക്യം മാത്രം ഞാനൊന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പന്റെ സമയത്തുണ്ടായ അതേ ഒരു ക്ഷാമം ഇതാ മകന്റെ സമയത്തുണ്ടാകുകയാണ്. ആ ക്ഷാമത്തെ നേരിടാൻ വയ്യാതെ ഇസഹാക്ക് മിസ്രൈമിലേക്ക് ഓടിപ്പോകാൻ നോക്കുക. ഒരു തെറ്റായ വഴിയിലോട്ട് താൻ ഹല്ലേലൂയ തീരുമാനമെടുക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ ഇന്ന് പകലത്തെ മീറ്റിംഗിൽ ഞാൻ ആഴത്തിൽ വിളിച്ചു പറയുകയാണ്, ഈ സഭാരാധനയിൽ വിളിച്ചു പറയുകയാണ്, നിന്റെ തെറ്റായ ചില വഴികളെ അടയ്ക്കാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും. നിന്റെ തെറ്റായ വഴികളെ നീ ദൈവത്തെ വിശ്വസ്തയോടെ ആരാധിക്കുന്നെങ്കിൽ നിന്റെ തെറ്റായ നാശത്തിലോട്ടുള്ള വഴികളെ ചിലതിനെ അടയ്ക്കാൻ ദൈവം ഇറങ്ങി വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങളുടെ തലമുറയുടെ തെറ്റായ വഴികളെ അടയ്ക്കാൻ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ തെറ്റായ വഴികളെ അടയ്ക്കാൻ ഹല്ലേലൂയ എൻ്റെ ദൈവം ഹല്ലേലൂയ ഇന്ന് പകൽ പ്രത്യക്ഷമാകുകയാണ്. എൻ്റെ ദൈവം ഇതിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസഹാക്ക് തീരുമാനമെടുത്ത് മിസ്രൈമിലേക്ക് ഓടിപ്പോകാൻ പോവുകയാണ്. ഹല്ലേലൂയ. മിസ്രൈമിലേക്ക് പോകുമ്പോൾ അവൻ ദൈവത്തിൻ്റെ പ്ലാനുകളെ മറച്ചു കളയാൻ നോക്കുകയാണ്. നിന്റെ ഒറ്റ തെറ്റായ തീരുമാനം, നിന്റെ ഒറ്റ തെറ്റായ വഴി അടുത്ത മാസങ്ങളിൽ, അടുത്ത മണിക്കൂറിൽ ദൈവം വെച്ചിരിക്കുന്ന പ്ലാനുകളെ മാറ്റിക്കളയും. ദൈവം ആഗ്രഹിക്കുന്നു ഈ ക്ഷാമത്തിൽ അബ്രഹാമിന് വേണ്ടി വെളിപ്പെട്ടതുപോലെ ഇസഹാക്കിന് വേണ്ടി വെളിപ്പെടണം. ഹല്ലേലൂയ.
അവനെ ഫെലിസ്തീൻ മൂടിയ കിണറിനെ അവനെ കൊണ്ട് തുറപ്പിക്കണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, എനിക്ക് എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പകൽ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒന്നുകൂടെ സമർപ്പിക്കാമെങ്കിൽ ഞാൻ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇന്ന് ചില തെറ്റായ വഴികളെ തമ്പുരാൻ അടയ്ക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന് വിരോധമായി വ്യാപരിക്കുന്ന, നിന്റെ ഹസ്ബൻഡിന് വിരോധമായി വ്യാപരിക്കുന്ന, സൂമിൽ ശ്രദ്ധിക്കുന്നവർ വ്യാപരിക്കുന്ന, നിന്റെ തലമുറയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന ചില തെറ്റായ വഴികളെ അടയ്ക്കാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും. കാരണം നിന്നെ നോക്കി നടക്കുന്ന ഒരുവൻ, നിന്റെ മേളിൽ കണ്ണ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന, നീ പോകേണ്ട വഴി നിനക്ക് ആലോചനയായി പറഞ്ഞു തരുന്ന ഒരു ദൈവം. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ നിന്റെ മേളിൽ ദൃഷ്ടി വെച്ച് നീ പോകേണ്ട വഴി ഞാൻ നിനക്ക് ആലോചനയായി പറഞ്ഞു തരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, അടുത്ത ദിവസങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ തലമുറയുടെ വിഷയത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എന്നെ തന്നെ ശ്രദ്ധിക്കുന്ന, ഉയരത്തിൽ നിന്ന് എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ശരിയായ വഴിയെ തുറക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദമനുസരിച്ച ഇസഹാക്ക് ആ ആണ്ടിൽ 100 മേനി ഫലം കണ്ടു. അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് മഹാധനവനാക്കി തീർത്തു. വിശ്വസിക്കാമെങ്കിൽ കര ഉയർത്തിപ്പിടിച്ച് ദൂതിനെ സ്വീകരിച്ചോ. ഇന്ന് ചില കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുക. ആരോ പറയുന്നു, അപ്പൻ്റെ കാലത്തുണ്ടായ നന്മകളെല്ലാം അടഞ്ഞുപോയി പാസ്റ്റേ. പക്ഷെ നീ ദൈവത്തിൻ്റെ വഴിയിലാണ് നടക്കുന്നെങ്കിൽ അപ്പൻ്റെ കാലത്തുള്ള ചിലത് നിന്നിലൂടെ തമ്പുരാൻ തുറന്നു തരാൻ പോകുകയാണ്, നിന്നിലൂടെ പുറത്തു വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം കേട്ടോ. ദൈവം തുറന്ന വഴിയിലാണ് നീ മുമ്പോട്ട് പോകുന്നെങ്കിൽ അപ്പൻ്റെ നന്മകളെ നീ അനുഭവിക്കും. അടുത്ത തലമുറകൾക്ക് വേണ്ടി നിന്നിലൂടെ ചിലത് തുറക്കും. ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന കടബാധിയുടെ ശക്തികൾ, ജപ്തിയുടെ ശക്തികൾ ഈ ആരാധനയിൽ നിന്ന് മാറുകയാണ്. ചില പുതിയ വഴികളെ നിന്റെ മുമ്പിൽ ദൈവം തുറക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. ഹാരാനിൽ വെച്ച് അപ്പന്റെ സമയത്തുണ്ടായ കിണറുകളെ മകൻ തുറക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടോ? അടുത്ത താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഇസാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു, നീരുറവുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് ഇസാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറ്റിന് ഏശക്ക് എന്ന് പേർ വിളിച്ചു. അവൻ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെ കുറിച്ചും അവർ ശണ്ടയിട്ടതുകൊണ്ട് അവൻ അതിനെ സിദ്ന എന്ന് പേർ വിളിച്ചു. നിങ്ങൾ നോക്കേ, ഇസഹാക്ക് വീണ്ടും അപ്പന്റെ സമയത്തുള്ള കിണറുകളെ കുഴിച്ചുകൊണ്ടിരിക്കുക. അലിയ കിണറിനെ കുഴിക്കുമ്പോൾ ഫെലിസ്തീയന്മാർ വന്ന് അതിനെ വീണ്ടും മണ്ണിട്ട് മൂടുകയാണ്. എന്റെ പ്രാർത്ഥന മുറി ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ മണ്ണിട്ട് മൂടേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഫെലിസ്തീന് ഉറവയല്ലേ തുറന്നുകൊണ്ടിരിക്കുന്നേ. പക്ഷെ എന്തിനാന്നറിയത്തില്ല, ഈ ഫെലിസ്തീയർ എന്നും അങ്ങനെ. നിന്റെ നന്മകളെ അവർക്കിഷ്ടമല്ല. ഒരു ദേശത്തിൽ ഒരു ഉറവ തുറന്നാൽ, അല്ലെങ്കിൽ ഒരു ദേശത്തിൽ ഒരു സഭ എഴുന്നേറ്റാൽ അനേകർ അതിനകത്തൂടുന്ന് ദാഹജലം കുടിച്ച് അനുഗ്രഹം പ്രാപിക്കും. പക്ഷെ ചിലവർക്ക് അത് ഇഷ്ടമല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഇതിനകത്ത് ഇസഹാക്കിന്റെ മേളിൽ പകർന്ന ദൈവത്തിന്റെ കൃപ ചിലവരുടെ മേളിൽ വീണ്ടും പകരും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കേ, ഇസഹാക്കിന്റെ മേളിൽ പകർന്ന എന്തുവാണെന്നറിയാവോ? അതറിയാമെങ്കിൽ ഇന്ന് ചിലവർ വീണ്ടും പ്രാപിക്കും അതിനെ. ഹല്ലേലൂയ. എത്ര ഫെലിസ്തീൻ അടച്ചാലും ഇസഹാക്കിന്റെ തലമുറ വീണ്ടും കുഴിക്കും. അവര് തളർന്നു പോകുന്നവരല്ല, അവര് ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത് വരെയും കുഴിക്കും. നിങ്ങൾ നോക്കേ, എന്നോട് ദൈവം പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. പല സമയങ്ങളിൽ വിടുതൽ കണ്ടതാ, പക്ഷെ പിശാച് വീണ്ടും നിനക്ക് നേരെ അടച്ചില്ലേടാ, വീണ്ടും നിന്റെ വഴികളെ അടച്ചില്ലേ. പക്ഷെ ഇസഹാക്കിയ തലമുറയുടെ പ്രത്യേകത, എത്ര അടച്ചാലും അവര് മാറത്തില്ല, അവര് കുഴിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് മടുക്കാതെ മുമ്പോട്ട് പോകുക. ഇന്നലകളിൽ വന്ന കുടുംബ പ്രശ്നം, ഇന്നലകളിൽ വന്ന രോഗം നിന്നെ തളർത്തുമെന്ന് പിശാച് കരുതിയെങ്കിലും വീണ്ടും വിശ്വസിച്ചുകൊണ്ട് കാല് വയ്ക്കുന്നവരുണ്ടെങ്കിൽ
നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. നിനക്ക് വേണ്ടി ദൈവം ചലിക്കും. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ ദൈവം ചെയ്യും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഒത്തിരി സമയം ശത്രു നിന്റെ വാതിലടയ്ക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. 26-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെ കുറിച്ച് അവൻ ചണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്കൊരു ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവത്തെ വിളിച്ച് ദൈവത്തെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പല പ്രാവശ്യം ജീവിതത്തിനകത്ത് കണ്ണുനീരും വിഷമവും വേദനകളും ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ ലജ്ജിച്ചു പോകാതെ, നിരാശപ്പെടാതെ, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിന്ന് വഴി അടച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ അല്ല, നിങ്ങൾ വിശ്വസിച്ചവർ നിങ്ങൾ വഴി അടച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനകത്തൊന്നും ഭാരപ്പെടാതെ വീണ്ടും കുടിക്കാനായി സ്റ്റെപ്പുകൾ വെക്കുന്നവന് വേണ്ടി പിന്നെ ഒരിക്കലും അടയ്ക്കാത്തൊരു വഴി കർത്താവ് തുറക്കും. ഒരു അടയ്ക്കാത്ത വഴി തുറക്കും. ഇന്ന് വിശ്വസിക്കുന്ന ചിലവർക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഇസഹാക്കിന് വേണ്ടി രഹബോത്ത് വെളിപ്പെട്ടതുപോലെ നിന്റെ കുടുംബത്തിൽ രഹബോത്തുകൾ ഓപ്പണാകാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ രഹബോത്തുകളെ ഓപ്പണാക്കുന്ന ദൈവം, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചില വഴികൾ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഈ സഭയിൽ വന്നു തുടങ്ങിയിട്ട് 1 വർഷം ആയി കഴിഞ്ഞു. പക്ഷെ ഞാൻ വന്നത് ഈ മോക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. മോള് ഉണ്ടായപ്പോൾ തൊട്ട് ഓരോ പ്രശ്നങ്ങളായിരുന്നു. ഉണ്ടായി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര കരച്ചിൽ. രാത്രി 12 മണി 1 മണി വരെയൊക്കെ കരയും. പാലൊന്നും കുടിക്കൂല. ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ചെവി പൊത്തിപ്പിടിച്ചായിരുന്നു കരയില്ല. ഈ 1 വയസ്സിനിടയ്ക്ക് കൊച്ചിനെ ECG എടുത്തു, എക്സ്റേ എടുത്തു, എക്കോ എടുത്തു, പിന്നെ സ്കാനും ചെയ്തു. കൊച്ച് എന്ത് ചെയ്താലും എന്ത് കഴിച്ചാലും അപ്പം ഛർദ്ദിക്കും. ഛർദ്ദിച്ചിട്ട് ബ്ലഡ് വരെ വരുമായിരുന്നു കൊച്ചിൻ്റെ. അപ്പം ഞാൻ ഈ വിഷമം വരുമ്പോഴൊക്കെ ഞാൻ ജോബിൻ പാസ്റ്ററെ വിളിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൊച്ചിന് ഒരു പ്രശ്നവുമില്ല. കൊച്ച് നോർമൽ. ഞങ്ങൾ രാത്രിയൊക്കെ എറണാകുളം ഹോസ്പിറ്റലിൽ ഒരു വണ്ടി വിളിച്ച് കൊച്ചിനെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ, ആശുപത്രിയിൽ വന്നു കഴിയുമ്പോൾ കൊച്ചിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമായിരുന്നു. ഇവിടെ വന്ന് പാസ്റ്ററോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാം വിടുതൽ, അസുഖത്തിൽ നിന്നെല്ലാം വിടുതൽ കിട്ടി. ഇപ്പോൾ കൊച്ചിന് 1.5 വയസ്സായി. ഇനിയും എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മരുമോൻ ഒരു ഫൈനാൻസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു കോലഞ്ചേരിയിലായിരുന്നു. അപ്പോൾ ഏരിയ മാനേജരായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് അവനെ നെടുമങ്ങാടനെ മാറ്റി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പാസ്റ്ററോട് വിവരം പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ചു. പക്ഷേ ആ സ്ഥാപനത്തിൽ തന്നെ മാറിപ്പോയി. കേസൊന്നും വേണ്ടി വന്നില്ല. പിന്നെ അതുപോലെ തന്നെ മോക്കടെ വിഷയം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. മോളി കഴിഞ്ഞ നവംബർ 1-ാം തീയതി മൂവാറ്റുപുഴ ജനറൽ ഹോസ്പിറ്റലിൽ കയറി. ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരേ, വചനവും സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ എത്ര ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളിൽ ആ വിശ്വാസം വർദ്ധിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാം, ഞാൻ എൻ്റെ യേശുവിനാൽ ജയിക്കും. കാൽവരി ക്രൂശിൽ നിന്ന് ഒഴുകുന്ന രക്തം എന്നെ ജയിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമേ. ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് വിശ്വാസത്തോടെ കൈവയ്ക്കാൻ നിങ്ങൾ തയ്യാറാകണം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അവിശ്വാസം ഇപ്പോൾ ഇവരിൽ നിന്ന് നീങ്ങട്ടെ. ഇവർ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നവരാകട്ടെ. ഇവർ അത്ഭുതങ്ങൾ കാണുന്നവരായി തീരട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. കർത്താവെ, ഇപ്പോൾ തന്നെ അനേകർ സൗഖ്യമാകുകയാണ്. ഇപ്പോൾ തന്നെ അനേകർ വിടുതൽ പ്രാപിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വിടുതലിൻ്റെ കരം, അങ്ങയുടെ കരം ഈ മക്കളുടെ മേളിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. യേശുവെ, അങ്ങയുടെ രക്തത്തിൻ്റെ ശക്തി ഇവരെ സൗഖ്യമാക്കിയാണ്. സലീം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകനെ ഇപ്പോൾ കർത്താവ് തൊടുകയാണ്. കർത്താവെ, രാജേഷിന് വേണ്ടി അത്ഭുത വിടുതൽ കർത്താവ് അയക്കുന്നു. പ്രദീപിന് വേണ്ടി ഒരു അത്ഭുത വഴി ദൈവം തുറക്കുകയാണ്. കർത്താവെ, ഞാനിപ്പോൾ മായയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മായയുടെ ജോലിയിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ഞാനിപ്പോൾ തന്നെ അഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മകൾക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യുകയാണ്. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു
സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഈ മകളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴി തുറക്കണമേ അപ്പാ. ഞാൻ ആത്മാവിൽ കാണുന്നു, വിദേശത്തിലേക്ക് കടന്നു പോകാൻ അനേകർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ചില എക്സാം റിസൾട്ടുകൾ വരികയാണ്, നിങ്ങൾ പാസ്സാകുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. കർത്താവെ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഇവർ വലിയ അത്ഭുതങ്ങൾ കാണട്ടെ, ഇവർ വലിയ വിടുതലുകൾ കാണട്ടെ. കുടുംബ തകർച്ച, മദ്യപാനത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ ആസ്മ പോലുള്ള വലിയ രോഗശക്തികൾ ഇവരെ ജീവിതത്തിനകത്തുനിന്ന് വിട്ടുമാറുകയാണ്. കർത്താവെ, ഇപ്പോൾ എന്നെ കാണുന്നവർ അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ, ഇവരെ വിശ്വാസത്തിന് വളർച്ച സംഭവിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കരം ചലിക്കുന്നതിനായി മമ്മി, അങ്ങയുടെ കരം ചലിക്കുന്നതിനായി മമ്മി, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. വലിയ വിടുതൽ സംഭവിക്കട്ടെ, വലിയ അത്ഭുതം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരത്ഭുത വിടുതൽ കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. ഓരോ മക്കളുടെയും വിഷമത്തെ അങ്ങ് മാറ്റുന്നതിനായി, ഓരോ മക്കളും വിശ്വാസത്തിൽ വർദ്ധിക്കുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചതിനായി സ്തോത്രം. കർത്താവിൻ്റെ മറുപടിക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഇന്ന് അനേകരുടെ ബിസിനസ്സിനകത്ത് അത്ഭുതം കർത്താവെ, അല്ലെങ്കിൽ വിസായുടെ മേളിൽ അത്ഭുതം കർത്താവെ. ഓരോ മക്കളും കുടുംബമായിട്ട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓരോ മക്കളെ ഏൽപ്പിക്കുന്നു. ഇവർ അത്ഭുതം കാണട്ടെ. യേശുവിൻ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായെങ്കിൽ വേഗത്തിൽ ഈ കാണുന്ന 811 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ പ്രത്യേകമായ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഈ എപ്പിസോഡുകളെ നിങ്ങൾക്കും സഹായിക്കാം. ഈ മിനിസ്ട്രിയോട് ചേർന്നുകൊണ്ട് ഒരു എപ്പിസോഡെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്നവരെ അറിയാം, കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ ആരാധന നടക്കുന്നു. നിങ്ങളും അതിലേക്ക് പങ്കുചേരണമേ. കർത്താവിൻ്റെ വലിയ വിശ്വാസം വെളിപ്പെടട്ടെ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.